രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ 196 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആക്കുക ലക്ഷ്യം എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ സൗഹൃദങ്ങളിലെല്ലാം വിള്ളലുണ്ടായിരിക്കുന്ന ഒരു സമയത്ത് എന്തു വന്നാലും ശരി അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബി വിത്ത് ഹിം എന്ന് പറയാൻ പറ്റുന്ന ടിൽ ദ നെക്ക് എന്ന് പറയാൻ പറ്റുന്ന ടിൽ ദ നെക്ക് എന്നല്ല, പിന്നെ അതിനപ്പുറത്തേക്ക് പോലും പറയാൻ പറ്റുന്ന ഏക സ്ത്രീയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് അതിനൊന്നും അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നല്ല ഞാനൊക്കെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ക്ഷണിക്കാത്ത കല്യാണത്തിൽ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യം പോകാൻ ശ്രമിക്കുന്നതിനായിരിക്കും. അല്ല, ഒരുപക്ഷെ രാഹുലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല, നല്ല കാര്യം സാധിച്ചാൽ, കാരണം അവർക്ക് എലിജിബിൾ ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും സകലമാന കോൺഗ്രസ് നേതാക്കന്മാരെയും പേടിപ്പിക്കാൻ പറ്റുന്നതെന്തോ രാഹുലിൻ്റെയും ഷാഫിയുടെയും കയ്യിലുണ്ട് എന്നതിൻ്റെ തെളിവായിരിക്കും ശ്രീനാദേവി കുഞ്ഞമ്മ പ്രസിഡന്റായിട്ടോ വൈസ് പ്രസിഡന്റായിട്ടോ അവിടെ വന്നാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. പക്ഷെ അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ 196 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആക്കുക എന്നതാണ് ലക്ഷ്യം എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ സൗഹൃദങ്ങളിലെല്ലാം വിള്ളലുണ്ടായിരിക്കുന്ന ഒരു സമയത്ത് എന്തു വന്നാലും ശരി അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബി വിത്ത് ഹിം എന്ന് പറയാൻ പറ്റുന്ന ടിൽ ദ നെക്ക് എന്ന് പറയാൻ പറ്റുന്ന ടിൽ ദ നെക്ക് എന്നല്ല, പിന്നെ അതിനപ്പുറത്തേക്ക് പോലും പറയാൻ പറ്റുന്ന ഏക വനിത ആണ്. പെങ്ങളെയും അമ്മയും അടുത്ത ബന്ധുക്കളെയും വിളിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, അടുത്ത ബന്ധുക്കളെ പോലും കാണത്തില്ല, പെങ്ങളും അമ്മയും വിളിച്ചു കഴിഞ്ഞാൽ ഏക സ്ത്രീയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിലേക്കൊന്നും നമ്മൾ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. സമീപകാലത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങളും ബാക്കിയുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെയോ അവർ തന്നെ പറഞ്ഞു എന്നും പറഞ്ഞു അവർ അവതരിപ്പിച്ചതുപോലെ അതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സത്യസന്ധമായിട്ട്, കാരണം ഞാൻ പ്രത്യേകിച്ച് ഞാനും ശ്രീനാദേവി കുഞ്ഞമ്മയും തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ അതെ, അതായത് പിന്നെ പ്രൊപ്പോസൽ ബ്രോക്കർ മുഖേന നടന്നു എന്നാണ് പറയുന്നത്. അതായത് പാലക്കാട് MLA ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള, അതിനു മുമ്പ് ചാനൽ ചർച്ചകൾ സജീവ സാന്നിധ്യമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുകാരനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കൊട്ടാരക്കരക്കാരിയാണെങ്കിലും അടൂർ കേന്ദ്രീകരിച്ച് അവിടെ നിന്നുള്ള പൊളിറ്റിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പൊളിറ്റിക്കലി രണ്ടുപേർക്കും പരസ്പരം അറിയാം, പരസ്പരം കാണുന്നവരാണ്, പരസ്പരം അറിയുന്നവരാണ്, പരസ്പരം നമ്പറുള്ളവരാണ്, സുഹൃത്തുക്കളായിരുന്നു എന്ന്, വളരെ അടുത്ത സുഹൃത്താണ് എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ പറയുന്ന ആളുടെ അടുത്ത് ഈ കല്യാണ ബ്രോക്കർമാരെന്ന് പറയുന്ന സിസ്റ്റമേ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇല്ല. പണ്ടുണ്ട്, ഇത്ര തരാം, ഇത്ര ഇങ്ങനെ, പിന്നെ ഇത്ര കൊടുത്താൽ കിട്ടും എന്നൊക്കെ 5 ലക്ഷം രൂപയ്ക്ക് മേളിലേക്ക് കിട്ടുവാണെങ്കിൽ ബാക്കി എടുത്തു എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട്. ഇന്ന് നാട്ടിൽ കല്യാണ ബ്രോക്കർമാരില്ല. ഈവൻ കേരള മാട്രിമോണിയിലും പിന്നെ ഷാദി.com ഒക്കെ പോലും രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവ്. അവരൊക്കെല്ലാതെ തന്നെ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള സമയത്ത് കല്യാണ ബ്രോക്കർമാരൊന്നും നാട്ടിലില്ലാത്ത കാലത്ത് ഏത് കല്യാണ ബ്രോക്കറാണ് കല്യാണം ആലോചിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അങ്ങനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇവരേതോ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് രണ്ടും ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര വർഷങ്ങളായി സജീവമായിരുന്നു എന്ന് അടിവരയിട്ട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിലാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഞാൻ പറഞ്ഞ സാധനം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യത്തെ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, അവർ കോൺഗ്രസിലേക്ക് പോകും. അവരെനിക്കെതിരെ കേസ് കൊടുത്തെങ്കിലും 1.5 മാസം 2 മാസം കഴിയുമ്പോൾ ഒരു കോൺഗ്രസിൽ പോയി ചേർന്നു. അവർ രാഹുലും തമ്മിൽ വളരെ ആഴമേറിയ സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഈ പോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. സൗഹൃദമുണ്ട്, വളരെ അടുത്ത സുഹൃത്താണ് എന്നുള്ളത് അവർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. മറ്റുള്ളവർക്ക് കൊടുത്ത പോലെയുള്ള രീതിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്നത് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു. ബ്രോക്കർ മുഖേന അങ്ങനെ സംഭവം വന്നുവെന്ന് അവരുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള യൂട്യൂബർ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പിന്നെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര നിയമസഭാ സീറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന താല്പര്യം. രാഹുലിന് പാലക്കാടിന് മത്സരിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യം രാഹുലിൻ്റെ കയ്യിലിരിപ്പിനനുസരിച്ചിരിക്കും നിലവിലെ സാഹചര്യത്തിൽ. അതങ്ങനെ തന്നെയുള്ളൂ. രാഹുൽ ഓവറാക്കി ചളവാക്കി കഴിഞ്ഞാൽ കഷ്ട പോകുക കഥ. അതേസമയം സറണ്ടർ ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഈ അഹങ്കാരം അങ്ങ് മാറ്റി വെക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് കൊട്ടാരക്കര കൊടുക്കാൻ പൊടിക്കുന്നൂർ സുരേഷ് റെഡിയല്ല. കാരണം അവിടെ രശ്മിയെ നിർത്തിക്കഴിഞ്ഞാലും അട്ടിമറിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ചും മന്ത്രി ബാലഗോപാലിൻ്റെ തൻ്റേതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഫണ്ടില്ല എടുത്തു കൊടുക്കാൻ, ഖജനാവ് കാലിയാണ്. അപ്പോൾ ധനകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് പുള്ളിക്ക് ചിത്തപ്പേര് വരുന്നത്. അല്ലാതെ പുള്ളി കക്കാനും പിടിക്കാനൊന്നും പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്നാൽ തന്നെ കൊട്ടാരക്കര നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. 40,000-ഓളം വോട്ടിന് ഐഷ പോറ്റി മത്സരിച്ച് ജയിച്ചിരുന്നൊരു സീറ്റിൽ 10,000 വോട്ടിന് കഷ്ടിച്ച്
പിന്നെ രക്ഷപ്പെട്ട 5000 വോട്ടിലേക്ക് വന്നായിരുന്നു. 5000-ലേക്ക് എത്തിയായിരുന്നു. ഓക്കെ. അപ്പം 10,000 താഴെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഫിഗർ. അതുമല്ല, പുള്ളിയുടെ ജ്യേഷ്ഠൻ പിന്നെ അന്ന് സുകുമാരൻ നായരുമായിട്ടും അവിടെ NSS വലിയ ഒരു ശക്തിയാണ്. NSS ആയിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷേ പിന്നീട് NSS-ൽ നിന്നും പുള്ളി ഡയറക്ടർ ബോർഡിൽ നിന്നും താലൂക്ക് യൂണിയനിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. ഓക്കെ. അപ്പോൾ അത് മറ്റൊരു വിഷയം. പക്ഷേ പുള്ളിയുടെ ജ്യേഷ്ഠൻ ഒരേ സമയം പുള്ളി പിണറായിയുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ VS-ന്റെ ബുദ്ധികേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ നമ്മുടെ ജോസഫ് മാത്യുവിനൊക്കെ പോലെ തന്നെ. അത് KM ഷാജഹാനെ പോലെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായിരുന്നാലും കൊട്ടാരക്കര സാധ്യമല്ല. പിന്നീടുള്ളത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വനിതയാണ്. അതിനാണ് ഇപ്പോൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് രാഹുൽ അവിടെ കേന്ദ്രീകരിക്കുന്നത്. രാഹുൽ എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് അതിനൊന്നും അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അവരുടെ സ്വാതന്ത്ര്യമാണ്. നല്ല, ഞാനൊക്കെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ക്ഷണിക്കാത്ത കല്യാണത്തിൽ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യം പോകാൻ ശ്രമിക്കുന്നതിനായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മാതൃകാപരമായിട്ടുള്ള രീതിയാണ്. ദർ ഈസ് നോ എനി അതർ ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം എന്നുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ കൂടെ വായിക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും കൂടി. അല്ല, ഒരുപക്ഷെ രാഹുലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചാൽ നല്ല കാര്യം. സാധിച്ചാൽ, കാരണം അവർക്ക് എലിജിബിൾ ആണ് അതിനുള്ള, പിന്നെ ഏബിൾ ആയിട്ടുള്ളൊരു പിന്നെ കക്ഷിയാണ്. പിന്നെ നന്നായിട്ട് നല്ലൊരു ലേഡിയാണ്, മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. ആ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതെ. അത് സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു പിന്നെ റിഫോർമേഷൻ ആണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള പറ്റുന്ന ആളുകൾ കൂടെ ഉണ്ടായത് സമീപകാലത്താണ് എന്നുള്ളതും കൂടെ. അതിന് മുമ്പുള്ള ഓരോ പോസ്റ്റുകളും ഇപ്പോഴത്തെ പോസ്റ്റുകളും ഒക്കെ വായിക്കുമ്പോൾ അരിഹാരം കഴിക്കുന്നവർക്കും കഴിക്കാത്തവർക്കും ഒരേപോലെ മനസ്സിലാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ പറഞ്ഞു, പിന്നെ അവിടെ വനിതാ സംവരണമാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനം ജോസഫ് ഗ്രൂപ്പും നോക്കുന്നുണ്ട്. അവർക്കും ഒരു മെമ്പറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 1-2 മെമ്പർമാരുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ തന്നെ കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ പകുതി കാലഘട്ടം പങ്കുവെക്കാനാണ് സാധ്യത. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിടെ വരുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ആന്റണി അവിടെ നിന്നുള്ള MP ആന്റണിയുടെ അഭിപ്രായം അറിയണം, അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം അറിയണം. അടൂർ പ്രകാശിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്താൻ കയ്യിലുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഭീഷണിപ്പെടുത്താൻ കയ്യിലുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ട് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കും. അതല്ല, ഭീഷണിപ്പെടുത്താൻ ഒന്നും രാഹുലിൻ്റെ കയ്യിലില്ല, ഷാഫിയുടെയും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ഒന്നും ഉണ്ടായിരുന്നാൽ മതി. കഴിവുള്ളവർ വരിക എന്ന് പറയുമ്പോൾ അവിടെ ഡീനാമ റോയ്, പ്രമാടം ഡിവിഷനിൽ നിന്ന് ജയിച്ച ഡീനാമ റോയ്, അവർ മഹിളാ കോൺഗ്രസിൻ്റെ പിന്നെ ഭാരവാഹിയായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. വനിതകൾ അപൂർവമായിട്ട് ആ സ്ഥാനത്ത് വരുന്നത്, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് വരുന്നത്. പ്രമാടം ഡിവിഷനിൽ നിന്ന് വിജയിച്ചാണ് ഡീനാമ റോയ്. അവർ അത്യാവശ്യം നല്ല വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സിറിയൻ ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രമാണ് പത്തനംതിട്ട. എല്ലാവരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയുള്ളത്. മാർത്തോമാ സഭയാണെങ്കിലും ബാക്കിയുള്ള സഭകളാണെങ്കിലും ഒക്കെ, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ് എല്ലാവരും. അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂജൻ പിന്നെ ചർച്ചുകൾ, പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെയും എല്ലാം ഒരു വലിയ കേന്ദ്രമാണ്. അടുത്തതായിട്ട് അമ്പിളി ദേവി, മലയാലപ്പുഴ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അമ്പിളി ദേവി. അവർ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പാർലമെൻ്ററി രംഗത്ത് നല്ല അനുഭവ പരിചയമുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവണം. പഞ്ചായത്ത് മെമ്പർ ആകുന്നതാണ് അയൽവക്കക്കാർ വോട്ട് ചെയ്യണം. അയൽവക്കക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ അപൂർവമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സ്വന്തം ബൂത്തിലും സ്വന്തം വാർഡിലും പോയി കഴിഞ്ഞാൽ അവസ്ഥ വളരെ മോശമാണ്. എല്ലാ മുന്നണിയിൽപ്പെട്ട എല്ലാ പാർട്ടിയിലും പെട്ട പല ആൾക്കാരെ സ്ഥിതി അതാ. അപ്പം നാട്ടുകാരുടെ ഇടയിൽ സ്വീകാര്യമാണ്, നാട്ടുകാർ കയ്യൊപ്പി ആർത്തി കൊടുത്തതാണ് അമ്പിളി ദേവി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവനേബിൾ ആയിട്ടുള്ള ആളാണ്. മൂന്നാമത്തത് സ്റ്റെല്ല തോമസ്, എലന്തൂർ ഡിവിഷനിൽ നിന്നുള്ളതാണ്. എലന്തൂർ ഡിവിഷനിൽ നിന്നാണ് അവർ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 2015 തൊട്ട് 2.5 വർഷം ഒരു ഫസ്റ്റ് ടൈം അവരിരുന്നായിരുന്നു. പിന്നെ 2020 അവിടെ വന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന അനുഭവമുള്ളതാണ് സ്റ്റെല്ല തോമസിന്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സജീവ കോൺഗ്രസ് പ്രവർത്തകയാണ്. അല്ലാതെ ഇന്നലെ അധികാരത്തിന് വേണ്ടി കയറി വന്ന ആളല്ല. അങ്ങനെ ആരോടെങ്കിലുമുള്ള അഭിനിവേശത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയം ആഭിമുഖ്യങ്ങൾ ഒരു ദിവസം കൈവിട്ട് കളയുകയും അടുത്ത ദിവസം വേറൊന്നിനെ ചേർത്ത് പിടിക്കുകയും പുൽകുകയും ചെയ്യുന്ന രീതിയിലുള്ള അഭ്യാസങ്ങളിലേക്ക്, ട്രപ്പീസുകളിലേക്ക് പോകാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെല്ല തോമസ് അല്ലെങ്കിൽ അമ്പിളി ദേവി അല്ലെങ്കിൽ ഡീനാമ റോയ്, ഇതിലൊരാളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടത്. ഇവരിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാവുന്നതാണ് എന്നതിനൊപ്പം തന്നെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആലോചിക്കാവുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം, പിന്നെ പ്രസിഡന്റ് സ്ഥാനം, പിന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമായതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. കാരണം ഫുൾ ടൈം അവൈലബിൾ ആവാൻ പറ്റും എന്നുള്ളതാണ്. 24/7 എന്ന രീതിയിൽ അവൈലബിൾ ആവാൻ പുരുഷന്മാർക്ക് കഴിയുന്നതിന് അത്രയും സ്ത്രീകൾക്ക് കഴിയത്തില്ല. അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. അത് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസിനോ ബാക്കിയുള്ള കുടുംബപരമായിട്ടുള്ള ചുറ്റുപാടുകളുടെ ഒക്കെ ഉണ്ടാവും. കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച അനീഷ് വരിക്കണ്ണാമല ഏകദേശം പിന്നെ ഔട്ട് ഓഫ് ഏകദേശം എനിക്ക് തോന്നുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഒരു നിയമസഭയിലേക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തിന് തുല്യമായിട്ടുള്ള രീതിയിൽ 5000 വോട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, 5000-ലേറെ, എനിക്ക് കൃത്യമായിട്ടുള്ള ഫിഗർ ഓർമ്മയില്ല, 5000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അനീഷ് വരിക്കണ്ണാമല. കോടഞ്ചേരി എന്ന് പറയുമ്പം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. മാർത്തോമാ കൺവെൻഷൻ നടക്കുന്നത്, നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മാർത്തോമാ കൺവെൻഷൻ നടക്കുന്നത്, ബാരാമൺ കൺവെൻഷൻ നടക്കുന്നത്
കോടഞ്ചേരി പാലത്തിൻ്റെ താഴെയാണ്, അറിയാമല്ലോ സിബിക്ക്. അപ്പം അങ്ങനെയുള്ള വളരെ പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലയാണെങ്കിലും പാറമ്പള ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കോടഞ്ചേരിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. പത്തനംതിട്ടയും ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടഞ്ചേരി എന്ന് പറഞ്ഞാൽ ബോർഡറാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തോട്ടാണ് പോകുന്നത്, ചെങ്ങന്നൂരോട്ടും ഈ ഭാഗത്തോട്ട് ആറന്മുളയിലോട്ടൊക്കെയാണ് പോകുന്നത്. കോടഞ്ചേരി എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് അവിടെ പിന്നെ ഇപ്പോൾ അനീഷ് വരിക്കണ്ണാമല അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ തന്നെ 100% സെക്കുലർ വോട്ടുകൾ കിട്ടിയിട്ടാണ് ജയിക്കുന്നത്. അവിടെ മതപരമായിട്ടുള്ള വിഭജനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല അനീഷ് പിന്നെ KPCCയുടെ പിന്നെ സെക്രട്ടറി ആണ് 2020 തൊട്ട്. ഇപ്പോൾ പിന്നെ ഷഫ്ലിംഗ് നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് DCC പ്രസിഡന്റായിട്ട് അനീഷിന്റെ പേര് ഇടക്കാലത്ത് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ കേസിന് ജില്ലാ പ്രസിഡന്റ് കൂടെ അല്ലേ പുള്ളി? കേസിലൂടെ കടന്നു വന്നു. അത് മാത്രമല്ല കേസിന്റെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിലിന് മുമ്പ് പ്രസിഡന്റായിരുന്ന, എനിക്ക് തോന്നുന്ന വിശ്വനാഥിന് ശേഷമല്ലേ ഡീൻ കുര്യാക്കോസ് വരുന്നത്. ആ സമയത്ത് ഇപ്പോഴത്തെ ഇടുക്കി MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ അനീഷ് വരിക്കണ്ണാമല. അപ്പം അത്രയും സീനിയറാണ്. അതിനുശേഷം വന്നവരൊക്കെ പല സ്ഥാനങ്ങളിലെത്തിയപ്പോഴും അനീഷിന് അത്ര വലിയ പാർലമെന്ററി രംഗത്ത് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം പത്തനംതിട്ട കുഞ്ഞു ജില്ലയാണ്, 5 സീറ്റിലും LDF ആണ് അവിടെ നിലവിലുള്ള MLA ഒക്കെ ഉള്ളത്. അനീഷിനെ ശരിക്ക് വനിതാ സംവരണം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾ അനീഷാണ് എന്നാണ് കോൺഗ്രസിന്റെ എനിക്കറിയാവുന്ന സോഴ്സുകൾ വെച്ച് പ്രാദേശികമായിട്ട്. പിന്നെ എൻ്റെ കുടുംബങ്ങൾ മുഴുവൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ പപ്പായുടെ നാടതാ. പപ്പ 10-25 വയസ്സ് വരെ പിന്നെ ജനിച്ച് വളർന്ന് ജീവിച്ച സ്ഥലമാണ് കോഴഞ്ചേരി. എനിക്ക് എൻ്റെ ബന്ധുക്കളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നൊക്കെ അവരൊക്കെ കേൾക്കുന്നത്, അവർ പലരും CPM-നോട് അനുഭവമുള്ള ആൾക്കാരുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള, ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള എൻ്റെ പിന്നെ ഞാൻ ഇന്നലെ ഒരു പിന്നെ അങ്ങളുടെ വിളിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അനീഷ് നല്ല മിടുക്കനായ പയ്യനാ. ഞാൻ വോട്ട് ചെയ്തില്ല, പക്ഷേ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നിട്ട് ആൻറ്റി പറഞ്ഞെന്ന്, ഞാൻ ഒറ്റ വോട്ട് നിങ്ങൾ പറഞ്ഞിടത്ത് 2 വോട്ട് ഞാൻ ചെയ്തു, ഒരെണ്ണം ഞാൻ നിങ്ങൾ പറഞ്ഞത് ചെയ്തില്ല, അത് അനീഷാണ് കൊടുത്തത്. അപ്പോൾ അത്രയും സ്വീകാരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പം പ്രസിഡന്റ് ആവാൻ യോഗ്യനായിരുന്നു, വനിതാ സംവരണമാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അനീഷ് വരിക്കണ്ണാമലയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ 3 പേരിൽ നിന്ന് ഒരാളെ അല്ലാതെ വേറൊരാളെ ശ്രീനാഥ് വി കുഞ്ഞമ്മയെ കൊണ്ടുവരിക, അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തു എന്ന് പറയുന്നത് വിഴുങ്ങാന്നതിന് തുല്യമാണ്, ഛർദ്ദിച്ചത് തിരിച്ചു വാങ്ങി കടിക്കുന്നതിന് തുല്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KM മുരളീധരനും UDF കൺവീനർ അടൂർ പ്രകാശും പിന്നെ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള സകലമാന കോൺഗ്രസ് നേതാക്കന്മാരെയും പേടിപ്പിക്കാൻ പറ്റുന്നതെന്തോ രാഹുലിൻ്റെയും ഷാഫിയുടെയും കയ്യിലുണ്ട് എന്നതിൻ്റെ തെളിവായിരിക്കും ശ്രീനാദേവി കുഞ്ഞമ്മ പ്രസിഡൻ്റായിട്ടോ വൈസ് പ്രസിഡൻ്റായിട്ടോ അവിടെ വന്നാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, കല്യാണാലോചന എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കർ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി കഥകളൊക്കെ മെനഞ്ഞിറക്കുമ്പോൾ ഇവരാലോചിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ പൊന്നു ശ്രീനാദേവി കുഞ്ഞമ്മയോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും അവരുടെ അഭുതകാംക്ഷികളോടും അവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുക. പറയാനുള്ളത്, ഇമാതിരി ഉടായ്പ കഥകളുമായിട്ട് ദയവേത് രംഗത്ത് വന്ന് നമ്മളെ കൊണ്ട് അതിനെതിരെ കൗണ്ടർ സ്റ്റോറി ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേര് പരാമർശിക്കാനേ ഇഷ്ടമില്ല, നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങളായിട്ട് ഞങ്ങളെ കൊണ്ട് വീണ്ടും നിർബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.